ഈടെ കേട്ടൊരു സംസാരമാണ്. മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ അത് മാസിവൽ ബാരി എന്നൊക്കെ തന്നെയാണ് അർത്ഥം. ആ ആലമിൻ്റെ അർത്ഥം മാസിവൽ ബാരി എന്നൊക്കെയാണ്. അത് മഖാമു കുൻ ഫയക്കൂൻ. ഗൗസുൽ ആലം ഞങ്ങൾ പ്രത്യേകം പറഞ്ഞല്ലോ, വ അംരി ബി അംരില്ലാഹി ഇൻ ഖുൽതു കുൻ യകുൻ. കുൻ യകുൻ, ഒരു വസ്തു ഉണ്ടാവണമെന്ന് അവർ ഉദ്ദേശിക്കുമ്പോൾ അതുണ്ടാവുക എന്ന് പറയുന്ന വലിയ മഖാം, ആ മഖാമിനെ കുറിച്ചാണ് ആ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാർ ഉദ്ദേശിക്കുമ്പോൾ അതുണ്ടാകും എന്നേ ഉള്ളൂ. അതല്ലാതെ ഇളകുന്ന എല്ലാ ഇലകളും ഖുത്ബുൽ ആലം അറിയണമെന്നില്ല എന്നൊരു വിശദീകരണം അതിന് പറഞ്ഞത് കേട്ടു. അങ്ങനെ പറഞ്ഞാൽ ഖുത്ബുൽ ആലമാകുന്ന മഹാൻ ഒരു ഇല ഇളകണമെന്ന് അയാൾ ഉദ്ദേശിച്ചാൽ അള്ളാഹ് അത് ചെയ്തു കൊടുക്കും. അതേസമയം ഇളകുന്ന എല്ലാ ഇലയും ആ ഔലി അറിയണം എന്നില്ല എന്നൊരു വിശദീകരണം പറയുന്നത് കേട്ടു. മഹാന്മാരായ ഔലിയാക്കന്മാർ ആ രൂപത്തിൽ അവരെല്ലാം അറിയും എന്ന് തന്നെയാണ് അവർ വിശദീകരിച്ച് തന്നിട്ടുള്ളത് എന്നാണ് പ്രിയപ്പെട്ടവരെ ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. മഹാന്മാർ ഓരോരുത്തർ പറഞ്ഞത് നമ്മൾ എടുത്തു നോക്കുക. ഗൗസുൽ ആലം തങ്ങൾ പറഞ്ഞല്ലോ, ഫുതൂഹുൽ ഗൈബിലും ഫുയൂദാത്തുർ റബ്ബാനിയ പോലുള്ള കിതാബുകളിലൊക്കെ കാണാം, ഭൂമിയിലുള്ള സസ്യലതാദികൾ അവകളുടെ എണ്ണം അവയൊക്കെ എനിക്കറിയാം. മണൽത്തരികളുടെ എണ്ണങ്ങൾ അതെല്ലാം എനിക്കറിയാം. നേരത്തെ ഞാൻ വായിച്ചില്ലേ ഇൻസാൻ കാമിൽ അബ്ദുൽ കരീമുൽ ജീലി തങ്ങൾ പറഞ്ഞത്, വയഅലമു കുല്ലു വാഹിദിൻ മിൻഹും മഖ്തലജ ഫിൽ ലൈലി വന്നഹാർ ഫളൻ അൻ ലുഗാത്തി തുയൂർ. രാത്രി പകലുകളുടെ ഇല അനക്കങ്ങൾ വരെ അഫ്രാദുകളായ അഖ്താബുമാരായ വലിയ മഹാന്മാർ അവരതറിയും എന്ന് ഇൻസാൻ കാമിൽ അബ്ദുൽ കരീമുൽ ജീലി തങ്ങൾ പറയുന്നുണ്ട്. റിഫായി ശേഖ് തങ്ങൾ സമാനമായി റിഫായി ശേഖ് തങ്ങളെ വാക്ക് കാണാം, അൽ ഖുത്ബുൽ ഗൗസ് യുത്ലിഉഹു അല്ലാഹു അലാ ഗൈബിഹി ഫലാ തംബുതു ഷജറത്തുൻ വലാ തഖ്ളർ വറഖത്തുൻ ഇല്ലാ ബിഇൽമിഹി. അല്ലാഹു ഗൈബ് അൽ ഖുത്ബ് അൽ ഗൗസായ മഹാൻ അറിയിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട് റിഫായി ശേഖ് തങ്ങൾ പറയാണ്, കവാക്കിബ് ദുരിയയിൽ കാണാം, ഫലാ തംബുതു ഷജറത്തുൻ വലാ തഖ്ളർ വറഖത്തുൻ ഇല്ലാ ബിഇൽമിഹി. അവരുടെ അറിവോടുകൂടിയല്ലാതെ ഇവിടെ ഒരു മരവും മുളക്കുന്നില്ല, ഒരു ഇലയും പച്ചിക്കുന്നില്ല, അവരുടെ അറിവോടുകൂടിയല്ലാതെ എന്ന് റിഫായി ശേഖ് തങ്ങൾ പറയുന്നുണ്ട്. 2 ഇബ്നു അറബി തങ്ങൾ പറയുന്നുണ്ട് ഈ വിഷയം. മഹാനരായ ഇബ്നു അറബി തങ്ങൾ പറയുന്നത്, യൂസുഫ് നബ്ഹാനി തങ്ങൾ അവിടുത്തെ അഫ്ളലു സലവാത്തി അലാ സയ്യിദി സാദാത്തിൽ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്താണ് അവർ പറഞ്ഞത്? ഫഹുവ ഖുത്ബു ദായിറത്തുൽ വജൂദ് വ മഹല്ലു സംഇ വശുഹൂദ് എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ഫലാ തതഹറകു ദർറത്തുൻ ഫിൽ കൗനി ഇല്ലാ ബിഇൽമിഹി. അവരെ അറിവോടുകൂടിയല്ലാതെ ഈ ലോകത്ത് ഒരു കണിക പോലും ഇളകുന്നില്ല. വലാ തസ്കുനു ഇല്ലാ ബിഹുക്മിഹി. അവരുടെ വിധിപ്രകാരമല്ലാതെ ഒന്നും നിശ്ചലമായി നിലകൊള്ളുന്നില്ല. കാരണം ലിഅന്നഹു മദ്ഹറുൽ ഹഖി വ മഅദിനുസ് സിദ്ഖ്. അവർ ഹക്കിൻ്റെ മദ്ഹറാണ് അവർ എന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ്. എന്തിനാണ് അവിടെ മഹാന്മാർ പറഞ്ഞൊരു വിഷയത്തെ പറയുന്നതിന് നമ്മൾ പേടിക്കുന്നത്? അല്ലാഹു അല്ലേ പറഞ്ഞത്, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅത്തിൽ മുൽക മൻ തശാ. അൽ മുൽക്ക് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവർ കൊടുക്കും, അവൻ കൊടുക്കുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുള്ളതാണത്. മഹാന്മാർ പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ അറിയും എന്ന് തന്നെയാണ്. അപ്പോഴല്ലേ അത് എത്ര കൃത്യമായി മഹാന്മാർ പറയുന്നുണ്ട്. കിതാബ് മഹാനരായ അബ്ദുൽ അസീസുൻ ദബ്ബാഗ് തങ്ങൾ അവിടുത്തെ കിതാബുൽ ഇബ്രീസിൽ മഹത്തുക്കളുടെ അധികാരം എങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, വലഹുമുത് തസറുഫു ഫിൽ അവാലിമി കുല്ലിഹാ അസ്സുഫ്ലിയത്തി വൽ ഉൽവിയ. മേലെയും താഴെയും എല്ലാ ലോകങ്ങളിലും അവർക്ക് അധികാരങ്ങളുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് വിശദീകരിച്ചിട്ട് മഹാൻ പറയുന്നു, ഫഹുമുല്ലദീന യതസറഫൂന ഫീഹി വഫീ അഹ്ലിഹി വഫീ ഖവാതിരിഹിം. ഹുജുബുസ്സബഈനിന്റെ മുകളിൽ ആലമു റഖയിൽ അവർക്ക് അധികാരമുണ്ട്. അർശിന്റെ മുകളിൽ വരുന്ന ആലമു റഖയിൽ അവർക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞിട്ട് മഹാനവർകൾ പറയാൻ അധികാരമുണ്ടെന്ന് മാത്രമല്ല, അവരുടെ മനസ്സുകളിൽ വിചാരിക്കുന്ന കാര്യങ്ങളിൽ പോലും അവരെ തസറുഫാണ്. വമാ തഹ്ജസു ബിഹി ലമാഇറുഹും. അവരുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന വിഷയങ്ങളിൽ പോലും അവർക്ക് അധികാരങ്ങളുണ്ടെന്ന് മഹാനരായ അബ്ദുൽ അസീസുൻ ദബ്ബാഗ് റളിയല്ലാഹു അൻഹു കിതാബുൽ ഇബ്രീസിൽ അവരെ വാചകങ്ങൾ ഒരുമിച്ച് കൂട്ടിയെടുത്ത് നമുക്ക് കാണാൻ കഴിയും. ഇതിനേക്കാൾ കൂടുതൽ വളരെ കൃത്യമായി മഹാനരായ അബൂബക്കർ അബ്ദുല്ലാഹി ശിബ്ലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അത്
ഇൻസാൻ കാമിലിൽ അബ്ദുൽ കരീമുൽ ജീലി തങ്ങൾ എടുത്തു കൊണ്ടുവരുന്നുണ്ട് ഷിബിലി ഇമാമിൻ്റെ വാക്ക്. ഷിബിലി ഇമാം വളരെ കൃത്യമായിട്ടാണ് അത് പറഞ്ഞത്. നമ്മൾ വെറുതെ ഞങ്ങൾക്ക് ആ അധികാരമുണ്ട് ഈ അധികാരമുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കല്ല. അപ്പോൾ ഒരു വലിയ ഉദ്ദേശിച്ചാൽ അള്ളാഹ് അത് ചെയ്തു കൊടുക്കും എന്നേ അതിനർത്ഥമുള്ളൂ. അല്ലാണ്ട് നിങ്ങളെങ്കിൽ വലിയ അറിഞ്ഞോളണം എന്നൊന്നുമില്ല എന്ന് ഖുത്ബുൽ ആലമിനെ കുറിച്ചാണ് പറയുന്നത്, അൽ ഖുത്ബ് അൽ ഗൗസിനെ കുറിച്ചാണ് പറയുന്നത്. അത് അബദ്ധമാണ്. കാരണം അവർ പറയുന്നത് അങ്ങനെ തന്നെയാണ്. നോക്ക് നിങ്ങൾ ഷിബിൽ ഇമാമിൻ്റെ വാക്ക്, ലൗ ദബ്ബത്ത് നംലത്തുൻ സൗദാ അലാ സഖറത്തിൻ സമ്മാ ഫീ ലൈലത്തിൻ ളൽമാ. ഒരു കറുത്ത ഉറുമ്പ് കറുത്ത പാറയുടെ മുകളിൽ ഇരുട്ടുള്ള രാത്രിയിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നത്, അങ്ങനെ സഞ്ചരിച്ചു പോവാണ്. പക്ഷേ വലം അശ്ഉറു ബിഹാ, ആ വിവരം ഞാൻ അറിഞ്ഞില്ലെങ്കിൽ ലഖുൽതു ഇന്നി മഖ്ദൂ ഔ മംകൂറുൻ ബി, ഞാൻ വഞ്ചിക്കപ്പെട്ടവനാണെന്ന് ഞാൻ പറയുമെന്ന് ഇമാം അബൂബക്കർ അബ്ദുല്ലാഹി ഷിബ്ലി റളിയല്ലാഹു അൻഹു. നോക്കുങ്ങൾ, ഞാൻ എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഞാനാണിതൊക്കെ നിയന്ത്രിക്കണമെന്ന് ഞാൻ പറയാം, പക്ഷേ ഒരു ഉറുമ്പയില അരിച്ചു പോകുന്ന വിവരം ഞാൻ അറിയണില്ല എങ്കിൽ ഞാൻ പിന്നെ വഞ്ചിക്കപ്പെട്ടവനല്ലേ, ഞാൻ ആ പറയുന്നതിൽ ഒരു അർത്ഥമില്ലല്ലോ. അതിങ്ങനെ പറഞ്ഞിട്ട് ഇൻസാൻ കാമിൽ അബ്ദുൽ കരീമുൽ ജീലി തങ്ങൾ പറയുന്നുണ്ട്, വഖാല ഗൈറുഹു, ഇത് ഷിബിലി ഇമാമിൻ്റെ വാക്കാണെങ്കിൽ മറ്റു പലരും പറയുന്നുണ്ട്, ലാ അഖൂലു വലം അശ്ഉറു ബിഹാ, ഞാനത് അറിഞ്ഞില്ല എന്ന് ഞാൻ പറയൂല. കാരണം ലി അന്നഹു ലാ യതഹയ്യഉ ലഹാ അൻ തദുബ്ബ ഇല്ലാ ബിഖുവ്വതി വഅന മുഹർരികുഹാ, ഞാൻ നൽകുന്ന ശക്തി കൊണ്ടല്ലാതെ, ഞാൻ തയ്യാർ ചെയ്തു കൊടുക്കുന്ന ശക്തി കൊണ്ടല്ലാതെ ആ ഉറുമ്പിന് അരിക്കാൻ കഴിയില്ല. പിന്നെ ഞാനത് ചലിപ്പിക്കുന്ന ആളാണെന്ന് ഞാൻ എങ്ങനെ പറയും? ഫകൈഫ അഖൂലു ലാ അശ്ഉറു ബിഹാ വഅന മുഹർരികുഹാ, ഞാനാണത് ചലിപ്പിക്കുന്നതെന്ന് ഞാൻ പറയും ചെയ്യാം, ഞാനത് അറിയുന്നില്ല എന്ന് ഞാൻ പറയാം, അതെങ്ങനെ പറയും എന്ന് മഹാന്മാർ പലരും എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അവരറിയും എന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതാണ് വഅലമു ഇൽമല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് ഗൗസുൽ ആലം തങ്ങൾ വിശാലമായി പാടിത്തന്നിട്ടുള്ളത്. മഹാന്മാർ അത് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. അതല്ല എന്ന് പറയുന്നവർ ഈ മഹത്തുക്കൾ പറഞ്ഞ വാചകങ്ങളെയൊക്കെ എവിടെ കൊണ്ടുപോയി തള്ളുമെന്നതിനെക്കുറിച്ച് നല്ലതുപോലെ മനസ്സിലാക്കണം. മഹാന്മാരുടെ വാചകങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞത് അതുപോലെ അംഗീകരിച്ചു കൊടുക്കലാണ് ഏറ്റവും സലീമായ വഴി. ഒരാൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് അവർക്ക് പൂർണ്ണമായി അങ്ങ് കീപ്പെട്ട് തസ്ലീം ചെയ്തു കൊടുക്കണം. നമുക്ക് മനസ്സിലാവാത്ത സംഗതികൾ എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നുമ്പോഴേക്ക് നമ്മൾ അതിനങ്ങനെ ഒരു വ്യാഖ്യാനം നൽകി അങ്ങനെ വിശദീകരിച്ച് മഹാന്മാർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വലിയ വലിയ അധികാരങ്ങളെ നമ്മൾ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നമ്മിൽ നിന്ന് ഉണ്ടായിക്കൂടാ.